ബഷീർ ഇതുപോലുള്ള ഒരു 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 സ്ഥലത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കഥ നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. വൈക്കം മുഹമ്മദ് ബഷീർ നിങ്ങൾക്കറിയാം, ഹൃദയം ചെമ്പനീർ പൂക്കളായി മലയാളികൾക്ക് അരിഞ്ഞു നൽകിയ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട സാഹിത്യകാരനാണ്. കടന്നു വരുന്ന വഴികളിലൊക്കെ അനുഭവത്തിൻ്റെ ചൂടും ചൂരുമേറ്റുകൊണ്ടുവന്ന ഒരു മനുഷ്യൻ. അദ്ദേഹം എഴുതി തീർത്ത വരികളിലും കഥകളിലുമൊക്കെ ജീവിതത്തിൻ്റെ ഗന്ധം നിറച്ചു വെച്ചു. ബഷീറിൻ്റെ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കഥയിൽ ഇതുപോലെ സൈക്കിൾ യജ്ഞവും അതുപോലെ തന്നെ പാമ്പാട്ടികളും അതുപോലെ തെരുവ് മാജിക്കും എല്ലാമുള്ള ഒരിടത്തേക്ക് ഒരാൾ എത്തിച്ചേരുന്നതിൻ്റെ ഒരു കഥ പറയുന്നുണ്ട്. അദ്ദേഹം ഒരാളവിടെ ഒരു രാത്രിയിൽ വിശന്ന് വലഞ്ഞ് എത്തിച്ചേർന്നപ്പോൾ അവിടുത്തെ ഒരു ഹോട്ടലിൽ നിന്ന് വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നുണ്ട്. അത്രത്തോളം വിശപ്പ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ ഇങ്ങനെ വയറ് നിറയെ ഭക്ഷണം കഴിച്ച് അദ്ദേഹം പോക്കറ്റ് തപ്പി നോക്കിയപ്പോൾ പോക്കറ്റിലുള്ള പേഴ്സ് കാണുന്നില്ല. അപ്പോൾ ഈ പേഴ്സ് എവിടെ പോയി പേഴ്സ് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒന്ന് തപ്പിയും തടഞ്ഞുമൊക്കെ നിൽക്കുന്ന സമയത്ത് ഹോട്ടൽ ജീവനക്കാരും ഈ ഓണറും ഒക്കെ വന്നു, ഹോട്ടൽ മുതലാളിയും വന്നു. ഇത് കള്ളത്തരം തന്നെയാണ്, ഇയാളുടെ കയ്യിൽ പൈസയില്ല, വയറ് മുഴുക്കെ ഭക്ഷണം കഴിച്ചു, പൈസ ഇല്ലാതെ ഭക്ഷണം കഴിച്ചതാണ്, ഇവിടുന്ന് ഇനി അങ്ങനെ പോകണ്ട, പൈസ തന്നിട്ട് പോയാൽ മതി എന്നുള്ള തർക്കത്തിലേക്ക് വന്നു. അങ്ങനെ അതുമാത്രമല്ല, ഈ ജീവനക്കാരൊക്കെ കൂടിയിട്ട്, ഹോട്ടലിലെ ജീവനക്കാർ കൂടിയിട്ട് ഇദ്ദേഹത്തിനോട് ഷർട്ട് അഴിക്കാൻ പറഞ്ഞു, ബനിയൻ അഴിക്കാൻ പറഞ്ഞു, താഴെയിട്ട വസ്ത്രം അഴിക്കാൻ പറഞ്ഞു. ഒടുവിൽ അടിവസ്ത്രം കൂടി അഴിച്ചെടുത്ത് നാണം കെടുത്താൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് കാരുണ്യത്തിൻ്റെ ഒരു പ്രതീകം പോലെ ഒരു നെടുനായകനായിട്ടുള്ള ഒരു മനുഷ്യൻ വന്ന് നിൽക്കുന്നു. കറുത്ത ഒരാൾ, ദീർഘമായിട്ടുള്ള കൈകൾ. അദ്ദേഹത്തിൻ്റെ കൈകളിൽ നിറയെ ഒരു കൂട്ടം പേഴ്സുകൾ ഉണ്ടായിരുന്നു. ഈ പേഴ്സുകൾ നീട്ടിയിട്ട് ചോദിച്ചു, ഇതിലേതാണ് നിങ്ങളുടെ പേഴ്സ് എന്ന്. ആ മനുഷ്യൻ ഈ മറ്റൊരു നിവൃത്തിയുമില്ലാതെ ദയയുടെയും കാരുണ്യത്തിൻ്റെയും ചൈതന്യത്തെ വിളിച്ച, അത് ദൈവമാണോ പ്രപഞ്ച ചൈതന്യമാണോ എന്താണോ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ സമയത്താണ് ഇയാൾ വരുന്നത്. അങ്ങനെ ഇയാളുടെ കയ്യിൽ നിന്ന് കയ്യിലേക്ക് വളരെ പ്രതീക്ഷയോടുകൂടി നോക്കുമ്പോൾ ഒരു പൊട്ടിപ്പൊളിഞ്ഞ ഒരു പേഴ്സ്. ആ പേഴ്സ് ഇദ്ദേഹത്തിൻ്റെതായിരുന്നു. ഒരുപാട് പേഴ്സുകൾക്കിടയിൽ നിന്നും ഇദ്ദേഹം ആ പേഴ്സ് എടുക്കുന്നു. ഇതാണ് എൻ്റെ പേഴ്സ് എന്ന് പറഞ്ഞു, ഇത് എടുത്തോളൂ എന്ന് പറയുന്നു. പേഴ്സ് എടുക്കുന്നു. അതിൽ നിന്ന് കാശെടുത്ത് ഈ ഹോട്ടൽ ഉടമയ്ക്ക് കൊടുക്കുന്നു.